നമ്മൾ ഇന്ന് നോക്കുന്നത് ജനറൽ ഇൻഷുറൻസിൻ്റെ ബാക്കി ടോപ്പിക്കാണ്. ലൈഫ് ഇൻഷുറൻസ് ഒക്കെ വിശദമായിട്ട് പഠിച്ചു. ഇനി നമ്മൾ തുടങ്ങേണ്ട പോർഷനാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. എന്താണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്? ഇത് ഇൻഡിവിജ്വൽസിന് ആക്സിഡൻറ്റ് കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് പോളിസിയാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. നമ്മുടെ ലൈഫിന് എപ്പോഴും ഒരു അനിശ്ചിതത്വമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അനുദിനം അപകടങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടാക്കിയിരിക്കുന്നു. അത് തൊഴിലിടങ്ങളിലാകാം, അല്ലെങ്കിൽ തൊഴിൽ സമയത്താകാം, അല്ലെങ്കിൽ സ്വാഭാവിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, അപകടങ്ങൾ ഉണ്ടാകാം. അപകടങ്ങൾ മരണത്തിലേക്കോ പെർമനൻ്റ് ഡിസബിലിറ്റീസിലേക്കോ അല്ലെങ്കിൽ പാർഷ്യൽ ഡിസേബിൾമെൻറ്റിലേക്കോ ഒക്കെ നയിക്കാം. അപ്പം നമുക്ക് സംഭവിക്കുന്ന അപകടത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് ആ ആക്സിഡൻസിനെ കോമ്പൻസേറ്റ് ചെയ്യുക, അതിനുവേണ്ടി ഒരു ഫിക്സഡ് എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഇൻഷുവേർഡിന് അഷ്വർ ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ആക്സിഡൻറ്റ് ഒക്കർ ചെയ്താൽ അയാളെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസികളെയാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അപ്പം ആക്സിഡൻറ്റ് ഒരാളെ ചിലപ്പോൾ ഭാഗികമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അംഗവൈകല്യങ്ങൾ നൽകാം. പാർഷ്യൽ ഡിസേബിൾമെൻ്റ് എന്ന് പറയാം. എന്നാൽ പെർമനൻ്റ് ഡിസേബിൾമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സ്വാഭാവിക ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി എടുത്തവർക്ക് എന്ത് ചെയ്യുന്നു, കോമ്പൻസേഷൻ അല്ലെങ്കിൽ കവറേജ് ലഭ്യമാകുന്നു. ഡെത്ത് സംഭവിച്ചാലും ഡിസേബിൾമെൻറ്റ് സംഭവിച്ചാലും എന്തിൽ നിന്നാ, ആക്സിഡൻ്റൽ ബോഡി ഇഞ്ചുറി, ശരീരത്തിന് അംഗഭംഗം സംഭവിക്കുകയോ അല്ലെങ്കിൽ നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ, അവിടെ ഞാൻ സൂചിപ്പിച്ചു, അപകടങ്ങൾ നമുക്ക് ചിലപ്പോൾ എന്താകാം, പെർമനൻ്റ് ഡിസേബിൾ ആകാം. പെർമനൻ്റ് ഡിസേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ വ്യക്തി ഇനി സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ. ടെമ്പററി ഡിസേബിൾമെൻറ്റും ആകാം. അപകടമുണ്ടായി, ആ അപകടനില തരണം ചെയ്തതിന് ശേഷം സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ചിലപ്പോൾ ഇത് മരണത്തിലേക്കും പോകാം. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച്, ഏത് സാഹചര്യമാണോ അതിനനുസരിച്ച്, എന്താണോ അവർ ആ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പോളിസിയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്, അതുമൂലം അതിൽ പറഞ്ഞിരിക്കുന്ന നിഷ്കർഷിച്ചിരിക്കുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് വിധേയമായിട്ട് നമുക്ക് നഷ്ടപരിഹാരം ലഭ്യമാണ്. അപ്പോൾ വളരെ ചെറിയൊരു പ്രീമിയം കൊടുത്ത്, ജനറൽ ഇൻഷുറൻസ് ആണ്, അതുകൊണ്ട് തന്നെ വാർഷികമായി പുതുക്കപ്പെടേണ്ടതാണ്. ആ ഈവൻ്റ് ഒക്കർ ചെയ്താൽ, എന്തിനാണോ ഇൻഷുറൻസ് എടുത്തത് ആ സംഭവം സംഭവിച്ചാൽ, അല്ലെങ്കിൽ അത് പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഇഞ്ചുറി നമുക്ക് സംഭവിച്ചാൽ, നമുക്ക് ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ തരും. ഇത്തരം ഇൻഷുറൻസ് പോളിസികളെയാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. പേഴ്സണൽ ഇൻഷുറൻസ് ഈസ് എ പോളിസി ദാറ്റ് കവേഴ്സ് ലോസസ് റിസൾട്ടിങ് ഫ്രം ആക്സിഡൻറ്റ്സ്. ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ ഇൻഷുറൻസ് പോളിസിയിലൂടെ കവർ ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഇൻഷുറൻസിനെയാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ പോളിസി നമ്മൾക്കെടുത്താൽ നമ്മൾ ലോകത്ത് എവിടെയായിരുന്നാലും 24 ഹവറും നമുക്ക് എന്ത് കിട്ടും? ഇൻഷുറൻസ് കവറേജ് ലഭ്യമാകും. ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആനുവൽ പോളിസി, വാർഷികമാണിത്, വിച്ച് പ്രൊവൈഡ്സ് കോമ്പൻസേഷൻ, ഇൻഡെംനിഫൈ ചെയ്യുന്നു ഇൻ ദി ഈവൻറ്റ് ഓഫ് ഇഞ്ചുറീസ്, നമുക്ക് മുറിവുകൾ, അപകടങ്ങൾ, അംഗഭംഗങ്ങൾ, ഡിസബിലിറ്റീസ്, ഇതാണ് അംഗവൈകല്യങ്ങൾ, അല്ലെങ്കിൽ ഓർ ഡെത്ത് കോസ്ഡ് സോൺലി ബൈ വയലൻ്റ്, ആക്സിഡൻ്റൽ, എക്സ്റ്റേണൽ ആൻഡ് വിസിബിൾ എവൻസ്. വ്യക്തമായൊരു കാരണം ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അതിന് കാരണം എന്താകാം? വയലൻ്റ്, ആക്സിഡൻ്റൽ, എക്സ്റ്റേണൽ ആൻഡ് വിസിബിൾ എവൻസ്. ഒരു നിർദ്ദിഷ്ട അപകടമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഒരു നിർദ്ദിഷ്ട അപകടം മൂലം നമുക്ക് ലോസ് ഉണ്ടായാൽ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജ് ഉള്ള ഒരു വ്യക്തിയാണ് അയാളെങ്കിൽ അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടും. അപ്പം അവിടെ നമുക്കുണ്ടായ ഇഞ്ചുറി പൂർണ്ണമോ ഭാഗികമോ ആണ്, ഒരിക്കലും തിരിച്ച് വരാത്തതോ റിക്കവറി ചെയ്യാത്തതോ റിക്കവറി ചെയ്യുന്നതോ ആണ്. അപ്പോൾ അപകടത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് അതിലെ പ്രൊവിഷൻ അവിടെ അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ ആ വ്യാപ്തി അനുസരിച്ച് ഇൻഷുറർ ഇൻഷുവേർഡിന് കോമ്പൻസേറ്റ് ചെയ്യും. എന്താണ് ഇതെടുത്താലുള്ള മെച്ചങ്ങൾ? നമുക്കെന്താണ്? ആകസ്മികമായ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആക്സിഡൻ്റൽ ഡെത്ത് അത് സംഭവിച്ചാൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടും. ആർക്കാണ് കോമ്പൻസേഷൻ? ഡെത്ത് ആണെങ്കിൽ നോമിനീസിനായിരിക്കും, ലീഗൽ ഹയേഴ്സ്. ആരാണോ അയാളുടെ അനന്തരാവകാശിയായിട്ട് ആ പോളിസിയിൽ പേര് ചേർക്കപ്പെട്ടത് അയാൾക്ക് അത് കിട്ടും. ഇനി ചിലപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ തന്നെ മരണം സംഭവിക്കണമെന്നില്ല. ആ ആക്സിഡൻറ്റ് ചിലപ്പോൾ മരണത്തിലേക്ക് നയിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ആക്സിഡൻറ്റിന് ശേഷം 90 മുതൽ 180 ദിവസം വരെ ഓൾറെഡി നമ്മൾക്ക് ആ ഇഞ്ചുറി ഉണ്ടായി, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതിനെ തുടർന്ന് 180 ദിവസത്തിനകം മരണം സംഭവിച്ചാൽ ആ ഡെത്തിനുള്ള കോമ്പൻസേഷനും അയാൾക്ക് ലഭ്യമായിരിക്കും. ഇനി മരണപ്പെടണ്ട രണ്ടാമത്തെ റീസൺ പറയുന്നത് പെർമനൻ്റ് ടോട്ടൽ ഡിസബിലിറ്റി. ഇനി ഒരിക്കലും അയാൾക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനോ പഴയ പോലെ തൊഴിൽ ചെയ്ത് ജീവിക്കുവാനോ സാധ്യമല്ലാത്ത വിധം അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ തുകയും സം ഇൻഷുർഡ് അയാൾക്ക് കവറേജ് കിട്ടും. ഇനി പെർമനൻ്റ് പാർഷ്യൽ ഡിസബിലിറ്റിയാണ്, കയ്യോ കാലോ നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പെർസെൻറ്റേജ് ഓഫ് ദി സം ഇൻഷുർഡ് അയാൾക്ക് കോമ്പൻസേഷൻ ലഭ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരാൾ ആക്സിഡൻറ്റ് സംഭവിച്ചു, ഹോസ്പിറ്റലിലായി, അയാൾക്ക് സ്വാഭാവികമായും വരുമാന മാർഗങ്ങളൊന്നുമില്ല. ആക്സിഡൻ്റൽ ഇൻഷുറൻസിൽ അയാൾക്ക് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ആശുപത്രിയിൽ കഴിയുന്ന അല്ലെങ്കിൽ ഡിസേബിൾമെൻറ്റ് നിലനിൽക്കുന്ന കാലയളവിൽ വീക്കിലി ബെനിഫിറ്റ് കിട്ടും. ഒരാഴ്ച കൊണ്ട് റിക്കവർ ആയെങ്കിൽ ആ ഒരാഴ്ച സമയം അയാൾക്ക് ആ പ്രൊട്ടക്ഷൻ അയാൾക്ക് ഉപകാരമായി തീരും, അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടും. ഇങ്ങനെ ടെമ്പററി ടോട്ടൽ ഡിസബിലിറ്റി ആണെങ്കിൽ ടോട്ടൽ പീരീഡ് ഓഫ് ടെമ്പററി ടോട്ടൽ ഡിസബിലിറ്റി അപ് ടു മാക്സിമം പീരീഡ് ഓഫ് 52 വീക്സ് വരെ ആനുകൂല്യം അയാൾക്ക് ലഭിക്കും. ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ ലഭ്യമാണ്. 52 ആഴ്ച എന്ന് പറയുമ്പോൾ 1 വർഷം അയാൾക്ക് കോമ്പൻസേഷൻ ലഭ്യമാണ്. ഒരു ആക്സിഡൻറ്റ് പോളിസി എടുത്താൽ എന്തെല്ലാം കവറേജ് കിട്ടും? ഡെത്ത് സംഭവിച്ചാൽ കോമ്പൻസേറ്റ് ചെയ്യും, ഡിസബിലിറ്റി വന്നാൽ കോമ്പൻസേറ്റ് ചെയ്യും,
മരണപ്പെട്ട് ആ മൃതശരീരം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ക്യാരിയേജ്, ആംബുലൻസ് ചിലവുകളും മറ്റും ഇത് കവർ ചെയ്യും. അയാളെ ആശ്രയിച്ച് ആ കുടുംബത്തിൽ കുട്ടികളുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ എമൗണ്ട് ഫോർ ചിൽഡ്രൻ ഓഫ് ദി ഇൻഷുർഡ് ഇൻ കേസ് ഓഫ് ഡെത്ത് ഓർ പെർമനൻറ്റ് ഡിസേബിൾമെൻറ്റ്. അയാൾ പെർമനൻറ്റ് ഡിസേബിൾമെൻറ്റോ ഡെത്തോ അയാൾക്ക് സംഭവിച്ചാൽ അയാളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനുള്ള പണം കിട്ടും. മാത്രമല്ല അയാളുടെ കുടുംബം വീട് മോഡിഫിക്കേഷൻ ചെയ്യുവാനുള്ള തുകയും കിട്ടും. അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ എന്തായിരിക്കണം? പെർമനൻറ്റ് ഡിസേബിൾമെൻ്റ് അയാൾക്ക് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പഠിക്കുക. നമുക്കറിയാം, നമ്മൾ ലോകത്തെവിടെ ആയിരുന്നാലും 24 മണിക്കൂറും ഇൻഷുറൻസ് കവറേജ് ലഭ്യമാകും. ഇല്ല, അൺഫോർച്യൂൺ റീസൺസ് ആകാം, ആക്സിഡൻസ് ആകാം, ഒരു വിസിബിൾ ഈവൻ്റ് ആകാം. അതുമൂലം നമ്മൾക്ക് എന്താകാം? പെർമനൻറ്റ് ഡിസേബിൾമെൻറ്റ് വരാം, അല്ലെങ്കിൽ പാർഷ്യൽ ഡിസേബിൾമെൻറ്റ് വരാം, ഡെത്ത് സംഭവിക്കാം. എന്താണോ സംഭവിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. അത് നോട്ട്സ് ഉണ്ടല്ലോ, അത് വായിച്ചു നോക്കുക. ആ നോട്ട്സിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെ നമ്മൾ പരമാവധി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അടുത്തത് അസറ്റ് ഇൻഷുറൻസ് ആണ്. നമുക്കൊരു അസറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയായി, എസ്പെഷ്യലി ബിസിനസ്സിൽ പലതരത്തിലുള്ള അസറ്റുകൾ, ലോങ് ടേം അസറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ കോംപ്ലക്സ് ആയിട്ട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയും മെഷീനറിയും എക്യുപ്മെൻറ്റ്സും ഒക്കെ ആയിരിക്കും ഒരു ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. അത് ചെറുതും വലുതും എക്യുപ്മെൻറ്റ്സും ആകാം. അതിനുണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ, നാശം ബിസിനസ്സിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ താളം തെറ്റിക്കും. കാര്യം, ഇത്തരത്തിലുള്ള അസറ്റുകൾ ഒരു പ്രോപ്പർട്ടിയായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമല്ല, നമ്മളുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അതിനുണ്ടാകുന്ന ഭാഗികമായ നഷ്ടമോ പൂർണ്ണമായ നഷ്ടമോ ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും. നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, ഒരു ബിസിനസ് ചെയ്യാൻ ആളുകൾ മടിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. ആ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ ടെൻഷൻ, ഈ സ്ട്രെസ്സ് ഒഴിവാക്കി, ആ ഭയം ഒഴിവാക്കി ഒരു നോർമൽ വ്യക്തിത്വമായി അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളായി അവരുടെ ദൈനംദിനമായ കാര്യങ്ങളിൽ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെപ്പറ്റി മാത്രം ആലോചിച്ച് തലപകഞ്ഞാൽ മതി. ഈ റിസ്ക് ആരേറ്റെടുത്തുകൊള്ളും? ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുത്തു. അപ്പോൾ നിങ്ങൾ ബിസിനസ്സിലോ മറ്റോ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടി, അതിനുണ്ടായേക്കാവുന്ന കഷ്ടനഷ്ടങ്ങളും നാശങ്ങളും അതുമൂലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന നഷ്ടങ്ങളും ആ ഇൻഷുറൻസ് കമ്പനി ആ ഇൻഷുറൻസ് പോളിസിയിലൂടെ നമ്മളെ കോമ്പൻസേറ്റ് ചെയ്യും. ഈ കോമ്പൻസേഷൻ കിട്ടുന്നത് നമുക്കുണ്ടായ നഷ്ടം ആ ഇൻഷുറൻസിലെ വ്യവസ്ഥകൾ അനുസരിച്ച് അവർ നമ്മൾക്ക് കോമ്പൻസേറ്റ് ചെയ്യും. ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ അസറ്റിനുണ്ടായ നഷ്ടം റിപ്പയറബിൾ ആണെങ്കിൽ അത് റിപ്പയർ ചെയ്ത് നമുക്ക് തരും. അൺറിപ്പയറബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് റീപ്ലേസ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ബിസിനസ് ചെയ്യാം. ബിസിനസ്സിനുണ്ടാകുന്ന ഇത്തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ കൃത്യമായി ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യും. നമുക്കിതിൻ്റെ അർത്ഥമൊന്നും നോക്കാം. An insured asset is one for which an insurance company undertake to compensate the owner. ആ അസറ്റിന്മേൽ അതിനുണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ, അതിനുണ്ടാകുന്ന നാശം കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ള ഉത്തരവാദിത്വം ഇൻഷുറൻസർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്നു. എപ്പോഴാണ് അത് കിട്ടുന്നത്? ഇഫ് ദ അസറ്റ് ഈസ് ഡാമേജ്ഡ് ഓർ ഡിസ്ട്രോയിഡ്, അസറ്റ് ഇൻഷുറൻസ് കവേഴ്സ് all the assets against sudden and accidental damage.
പെട്ടെന്നുണ്ടാകുന്ന ഓർക്കപ്പുറത്തുണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഈവൻറ്റ്സ് മൂലം അതിന് ഡാമേജ് ഉണ്ടായാൽ ഇതിന് കോമ്പൻസേഷൻ വേണം. ഇഫ് ദേ ക്യാൻ ബി റിപ്പയർഡ്, അത് റിപ്പയറബിൾ ആണെങ്കിൽ ദ കമ്പനി പേയ്സ് ഫോർ ദി കോസ്റ്റ് ഓഫ് റിപ്പയറിംഗ്. ആൻഡ് ഇഫ് ദേ ആർ അൺറിപ്പയറബിൾ ആണെങ്കിൽ ദി ഇൻഷുറർ ഹാസ് ടു റീപ്ലേസ് ദി സെയിം. അത് മാറ്റി സ്ഥാപിച്ചു തരും. മനസ്സിലായല്ലോ? There are different forms of asset insurance such as fire insurance. ഇപ്പോൾ അസറ്റ് ഇൻഷുറൻസ് എടുത്താൽ ഫയർ റിക്കവറായി നാശം സംഭവിച്ചാൽ കവറേജ് കിട്ടും. ബർഗ്ലറി, കൊള്ളയും മറ്റും നടന്നാൽ എക്യുപ്മെൻറ്റ് ബ്രോട്ട് ഡൗൺ, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴോ മറ്റേതെങ്കിലും ഘട്ടത്തിൽ അതിന് തകർച്ച സംഭവിച്ചാൽ കവറേജ് ഇൻഷുറൻസ്, എക്യുപ്മെൻറ്റ് ബ്രേക്ക് ഡൗൺ കവറേജ് ഇൻഷുറൻസ് ഇതെല്ലാം ലഭ്യമാണ്. അവിടെ എന്താണ് ഇൻഷുർഡ് അസറ്റ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇൻഷുർഡ് അസറ്റ്? ആൻ അസറ്റ് വിത്ത് ആൻ ഇൻഷുറൻസ് പോളിസി ഓഫ് എനി കൈൻഡ്. ഏതെങ്കിലും നഷ്ടസാധ്യത വന്നാൽ കോമ്പൻസേറ്റ് ചെയ്യുവാനുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ഒരു അസറ്റിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ അസറ്റിനെയാണ് ഇൻഷുർഡ് അസറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിന് ഇമ്പോർട്ടൻസ് എന്താണ്? ഇൻഷുർ ചെയ്ത ബെനിഫിറ്റ്സ്. ഒരു അസറ്റിന് എക്കണോമിക് വാല്യൂ ഉണ്ട്. അതിൽ പ്രോപ്പർട്ടിക്ക് എക്കണോമിക് വാല്യൂ ഉണ്ട്. ആ പ്രോപ്പർട്ടി പ്രവർത്തിക്കുക വഴി കൃത്യമായിട്ട് നമുക്ക് ഇൻകം അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ബ്രേക്ക് ഡൗൺ വരുന്ന വഴി എന്ത് ചെയ്യുന്നു? അത് ആ വരുമാന മാർഗം നശിക്കുകയും അതിലെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയും ചെയ്യും. അത് ആ ബിസിനസ്സിനെ കനത്ത നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ എക്കണോമിക് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ ഇൻഷുറൻസ് പോളിസിക്ക് വലിയ പങ്കുണ്ട്. രണ്ട് തരത്തിലും, പ്രോപ്പർട്ടി എന്നുള്ള നിലയിലും നമ്മുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സോഴ്സ് എന്നുള്ള നിലയിലും അതിനെ റിപ്പയർ ചെയ്യുവാനോ റീപ്ലേസ് ചെയ്യുവാനോ ഇൻഷുറൻസ് കമ്പനിക്ക്. ഇങ്ങനെ സാമ്പത്തിക ഘടകം സുരക്ഷിതമാക്കുന്നു. രണ്ടാമത് പറയുന്നത് ഒരു കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ അസറ്റ്സ് ആണ് അല്ലേ. അതിൽ മേജർ റോളാണ് ഫിക്സഡ് അസറ്റ്സ് എന്നുള്ളത്. ഒരു കമ്പനിയെ വിലയിരുത്തുമ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് നമ്മൾ പരിശോധിക്കുന്നത് എന്താണ്? അതിന് എത്രമാത്രം സ്ഥിര സ്വത്തുക്കളുണ്ടെന്ന്. അതിൽ വലിയ വിലപിടിപ്പുള്ള ആസ്തികൾ ആ കമ്പനിയുടെ സോൾവൻസിയുടെ സാമ്പത്തിക അടിത്തറയാണ്, ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിൻ്റെ അടിത്തറയാണ്. അതിനുള്ള നഷ്ടസാധ്യത ആ ബിസിനസ്സിൻ്റെ സാമ്പത്തിക അസ്ഥിരതയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ അസ്ഥിരത ഒഴിവാക്കി അവിടെ ഫൈനാൻഷ്യൽ സൗണ്ട്നെസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്തിലൂടെ? ഇൻഷുറൻസ് കവറേജിലൂടെ. അതുകൊണ്ട് നമുക്ക് പറയാം മെയിൻറ്റെയിൻ ദി ബേസ് ഓഫ് ദി കമ്പനി. പ്രധാനപ്പെട്ട മെഷീനറികളും എക്യുപ്മെൻറ്റുകളും പ്രോപ്പർട്ടീസും നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടറിയാം ആ ബിസിനസ് ഇനി എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ? അടച്ചുപൂട്ടേണ്ട കാര്യമാണ്. അതേസമയം ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബിസിനസ് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അവോയ്ഡിങ് ക്ലോഷർ ഓഫ് ബിസിനസ്. ലാസ്റ്റ് പോയിന്റിൽ സ്മൂത്തർ ഫങ്ഷനിങ് ഓഫ് ദി അസറ്റ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ആ ബിസിനസ് മുന്നോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞാൽ ഒരു വ്യഥയില്ല, ടെൻഷനൊന്നുമില്ല. ടെൻഷനൊക്കെ ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുത്തു. നിങ്ങൾക്ക് അനുസ്യൂതം. ഇനി എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ക്ലെയിം പ്രോസസ്സ് പൂർത്തിയാക്കി നോർമൽ സ്റ്റേജിലേക്ക് ആ ബിസിനസ്സിന് തിരിച്ചു വരുവാൻ ഇൻഷുറൻസിലൂടെ സാധിക്കും. ഇത്രയും കാര്യങ്ങളെ നമ്മൾ അതിൽ കവർ ചെയ്യും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസാണ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സാമാന്യ ജനങ്ങൾക്ക് ഇപ്പോഴും എത്രമാത്രം അറിവുണ്ടെന്നുള്ളത് വലിയൊരു സംശയമുള്ള കാര്യമാണ്. മറ്റൊരു സമ്പാദ്യമില്ലെങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യൻ എടുത്തിരിക്കേണ്ട പോളിസിയാണ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മൾ ചുറ്റുപാടും കണ്ടുവരുന്നതാണ്. ചെറിയ ഹോസ്പിറ്റൽ കേസ് വന്ന് സർക്കാർ ഹോസ്പിറ്റലിലല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണെങ്കിൽ വലിയ തുകയാണ് ഇവിടുത്തെ ബില്ലായിട്ട് വരുന്നത്. അത് ഇറങ്ങിപ്പോരാൻ പറ്റാത്ത അവസ്ഥ.
ഒരു സാധാരണക്കാരന് വരുന്ന ബില്ല് 3 ലക്ഷം 4 ലക്ഷം, 2 ദിവസമൊക്കെ കിടക്കുന്ന പറഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷം. ഓടടാ ഓട്ടമാണ്. ഗവൺമെൻറ്റിന് ഇതിൻ്റെ പ്രാധാന്യം പണ്ട് മുതലേ അറിയാം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അടുത്ത വർഷം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എംപ്ലോയീസിനൊക്കെ വേണ്ടി അവർ ഇൻഷുറൻസ് സ്കീമുകളുണ്ട്, ESI എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. നമ്മളൊരു ഫാമിലിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ചെറിയ പ്രീമിയത്തിൽ നമുക്ക് ആ കുടുംബത്തിന് വലിയ കവറേജാണ് കിട്ടുന്നത്. 1 വർഷത്തെ കാലയളവ് അസുഖം വന്നില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. മനുഷ്യൻ്റെ കാര്യമാണ്, എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം. ചികിത്സാ ചെലവുകളും ആക്സിഡൻറ്റൽ ഡെത്തും ഒക്കെ വന്നാൽ അതിന് ഈ പോളിസി മൂലം നമുക്ക് കോമ്പൻസേഷൻ. ബാക്കിയെല്ലാം പോയിക്കോട്ടെ, ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആയാൽ തന്നെയും പാർഷ്യൽ പേയ്മെൻ്റ് ഉള്ളത്. അവിടെയും ക്രിട്ടിക്കലായിട്ടുള്ള ചികിത്സകളാണ് നൽകുന്നതെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഒരു വ്യക്തി എന്നുള്ളതിൽ ഒരാൾക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടണമെങ്കിൽ 10,000, 6,000 രൂപ ഒരു വർഷത്തേക്ക് ആകത്തും. പ്രായം കൂടെ ബേസ് ചെയ്താണ്, ആരോഗ്യസ്ഥിതിയൊക്കെ ബേസ് ചെയ്താണ് അതിൻ്റെ പ്രീമിയം എമൗണ്ട് വരുന്നത്. ഒരു അച്ഛനും അമ്മയും 2 മക്കളൊക്കെ കവർ ചെയ്യും 14,000, 15,000. ഏജ്ഡ് ആണെങ്കിൽ പ്രീമിയം എമൗണ്ട് കൂടും. ഹോസ്പിറ്റലൈസ് ആയാൽ നമുക്ക് എന്ത് ചെയ്യും, വലിയ തോതിലുള്ള സുരക്ഷിതത്വമാണത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ചികിത്സാ ചെലവ് തിരികെ ലഭ്യമാകും. ഭാഗികമായോ പൂർണ്ണമായോ ഇൻഷുറൻസ് വ്യവസ്ഥകൾ അനുസരിച്ച് ചികിത്സാ ചെലവുകൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ പരിരക്ഷ നമുക്ക് ലഭ്യമാകാൻ വേണ്ടി നമ്മളെടുക്കുന്ന ഇൻഷുറൻസ് പോളിസികളാണ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ നമ്മൾ പ്രവേശിക്കുന്ന ഹോസ്പിറ്റലിൽ അതിൻ്റെ ആ കമ്പനിയുടെ ഇൻഷുറൻസ് പ്രോസസ്സ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ചികിത്സാ ചെലവുകൾ വ്യവസ്ഥയനുസരിച്ച് പൂർണ്ണമായോ ഭാഗികമായോ കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡർക്ക് കൊടുക്കും. ചില കേസുകളിൽ എന്ത് ചെയ്യും, റീഇംബേഴ്സ് ചെയ്യും. റീഇംബേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചികിത്സാ ചെലവ് നമ്മൾ ആദ്യം അടയ്ക്കുകയും പിന്നീട് അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളും മറ്റ് ഡോക്യുമെൻറ്റുകളും ഇൻഷുറൻസ് കമ്പനി സമർപ്പിക്കുമ്പോൾ ആ പൈസ തിരികെ തരികയും ചെയ്യും. അതും വാർഷിക പോളിസികളായിരിക്കും, ഓരോ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കും. പ്രായം വളരെ കുറവാണെങ്കിൽ വളരെ തുച്ഛമായ തുകയുള്ളൂ. വളരെ യങ് ഏജിൽ തന്നെ ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ അത് റിന്യൂ ചെയ്തു പോകുമ്പോൾ സാധാരണ ഒരു പ്രായമായ ആൾ പുതിയ പോളിസി എടുക്കുന്ന അത്രയും പൈസ വരില്ല. ഒരാൾ തുടർച്ചയായിട്ട് ചെറുപ്പം മുതൽ ഇൻഷുറൻസ് പോളിസി എടുത്ത് നിങ്ങളുടെ പാഠ്യപദ്ധതിയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി തന്നെ നിങ്ങളെയൊക്കെ ബോധവൽക്കരിക്കാൻ വേണ്ടി. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ശരാശരി ഇന്ത്യക്കാരന് അവൻ്റെ ജീവിത ചെലവുകളെ കവർ ചെയ്തിട്ട് ഇത്തരത്തിൽപ്പെട്ട ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുത്ത് ജീവിത പരിരക്ഷ നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. വരുമാനമില്ലാഞ്ഞിട്ടല്ല, വരുന്ന വരുമാനം അവന് മതിയാകുന്നില്ല. 10,000, 14,000, 16,000, 20,000 രൂപ ഒക്കെ അല്ലെങ്കിൽ 25,000 രൂപ കൊടുത്ത് കുടുംബത്തെ കവറേജിൽ കൊണ്ടുവരാൻ അവന് പലപ്പോഴും സാധിച്ചെന്ന് വരുന്നു. അപ്പം എന്തു തന്നെ ആയാലും ഇതൊരു നഷ്ടമേ അല്ല. മനുഷ്യൻ്റെ കാര്യമല്ലേ, എപ്പോഴാണ് ഒരു അസുഖം വരുന്നത്, അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അസുഖം വരുന്നതിനുള്ള അവസ്ഥ. അപ്പം എല്ലാവരും, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും എടുക്കേണ്ട പോളിസിയാണ് എന്തെന്ന് പറയുന്നത്, മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഞാനിതിൻ്റെ പ്രാധാന്യം പറഞ്ഞു തന്നെയാണ്. അങ്ങനെ മീനിങ് എന്ന് നോക്കാം. ഹെൽത്ത് ഓർ മെഡിക്കൽ ഇൻഷുറൻസ് ഈസ് ആൻ ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് ദ all or part of the risk of a person incurring medical expense. It is an insurance product which covers medical and surgical expense of an insured individual. അവൻ്റെ ചികിത്സാ ചെലവും ശസ്ത്രക്രിയ ആവശ്യമുണ്ട് അതുമായി ബന്ധപ്പെട്ടത്. It reimburses the expenses incurred due to illness or injury or pays to the care provider of the insured individual directly.
ചിലവായ പൈസ ഒന്നിൽ ഇൻഷുറൻസ് കമ്പനി തിരിച്ചു തരും. ചിലപ്പോൾ ഹോസ്പിറ്റൽ അതോറിറ്റിക്ക് നേരിട്ട് ചികിത്സാ ചെലവ് അടച്ചു തീർക്കും. ഇറ്റ് ഈസ് എ പ്ലാൻ ദാറ്റ് കവർ ഓർ ഷെയർസ് ദി എക്സ്പെൻസ് അസോസിയേറ്റ് വിത്ത് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായോ ഭാഗികമായോ അത് അവ്യവസ്ഥയെന്ന് പറഞ്ഞു. എന്താണ് ഇൻഷുററുടെ ഒബ്ലിഗേഷൻ? അതിന് തുല്യമായ തുക അയാൾ അതിലേക്ക് നൽകും. ബാക്കി തുക ചിലപ്പോൾ നമ്മൾ അടയ്ക്കുന്നു. ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. എ കവറേജ് ദാറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ബെനിഫിറ്റ്സ് ആസ് എ റിസൾട്ട് ഓഫ് സിക്നെസ് ഓർ ഇഞ്ചുറി. അസുഖമുണ്ടായാൽ, അപകടമുണ്ടായാൽ അതിൻ്റെ ചെലവിലേക്ക് പേയ്മെൻറ്റ് ആര് നടത്തും? ഇൻഷുറൻസ് കമ്പനി നടത്തും. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഷുറൻസ് ഫോർ ലോസ് ഫ്രം ആക്സിഡൻറ്റ് കവറേജ് ഉണ്ട്. മെഡിക്കൽ ചികിത്സാ ചെലവുകൾ, മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ട്, ചികിത്സാ ചെലവുകളുണ്ട്. ഡിസബിലിറ്റി അംഗഭംഗം വന്നാൽ അത് കവർ ചെയ്യും. ആക്സിഡൻ്റൽ ഡെത്ത് ഉണ്ടെങ്കിൽ കോമ്പൻസേഷൻ ഉണ്ട്. ഇതിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രീമിയം വളരെ കുറവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, യങ് ഏജിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തുച്ഛമായ, ഇപ്പോൾ നിങ്ങളൊരു പോളിസി എടുക്കുകയാണെങ്കിൽ 10,000-12,000 രൂപയാകത്തോളം തോന്നും. ഞാനിപ്പോൾ എടുക്കാൻ പോയാൽ 25,000-30,000 രൂപ 4 പേർക്കാണ്. ഒരു വ്യക്തിക്ക് തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ 5,000-6,000 രൂപ ആകത്തുള്ളൂ ഒരു ദിവസം, ഒരു വർഷത്തെ കവറേജ് നമുക്ക്. മനസ്സിലായോ? ലോട്ടറി ഒന്നും എടുക്കണ്ട, ലോട്ടറിയൊക്കെ സേവ് ചെയ്യാം. ഇനിയോ ഓപ്റ്റിമം ഹെൽത്ത് കവറേജ്, എന്താ പരമാവധി അസുഖങ്ങൾ അതിൽ കവറേജ്. നമ്മൾ ഓടിച്ചെന്നത് എടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ചില പ്രിക്കോഷൻസ് ഒക്കെ വെക്കും, കണ്ടീഷൻസ് ഒക്കെ വെക്കും. അസുഖം വന്നിട്ടാണോ ഇയാൾ വന്നതെന്നൊക്കെ. അവർ വണ്ടന്മാരല്ലേ, എല്ലാം കൃത്യമായി മെഡിക്കൽ എക്സാമിനേഷന് ശേഷമേ പോളിസി. എങ്കിലും പരമാവധിയായ കവറേജ് നമുക്ക് നൽകുന്നതാണ്. ചികിത്സാ ചെലവും മറ്റു കാര്യങ്ങളും എല്ലാം മുൻ സൂചിപ്പിച്ച പോലെ തന്നെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. മാത്രമല്ല ഇതിന് കുറേ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. ധനികരായ ആൾക്കാർക്കൊന്നും പ്രശ്നമില്ല. അവരവരുടെ വാർഷിക വരുമാനത്തിൽ നിന്ന് ഒരു തുക ഇതിനായിട്ട് മാറ്റിവെച്ചാൽ അവർക്ക് ഇൻകം ടാക്സിൽ ഇളവ് കിട്ടും. ഇൻകം ടാക്സ് ആക്ട് 1961 80D പ്രകാരം മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് പ്രൊവൈഡ് ചെയ്താൽ, സബ്സ്ക്രൈബ് ചെയ്താൽ, നമ്മളത് വാങ്ങിയാൽ, ഇൻഷുറൻസ് പോളിസി എടുത്താൽ അതിന് നികുതി ഇളവുകൾ ലഭ്യമാണ്. മാത്രമല്ല നമ്മൾ കുറേ തുക കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ചു, ഇങ്ങനെ വെച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തൊക്കെ വെച്ചു, ഒരു അസുഖം വന്നെടുത്ത് ചിലവാക്കി. ഞാൻ നിങ്ങളൊരു ഇൻഷുറൻസ് പോളിസി എടുത്താൽ 7, 8, 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തത് അവിടെ ഇരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടില്ല. പകരം നിങ്ങളുടെ കോസ്റ്റ് കവർ ചെയ്യുവാൻ ആ ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡിങ്സ് മതി. അങ്ങനെ ഇതൊരു ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റായി മാറുന്നു. നമ്മുടെ സമ്പാദ്യങ്ങളെ നശിപ്പിക്കുന്നില്ല, കോസ്റ്റ് കവർ ചെയ്യുവാൻ ഇതിലൂടെ കഴിയുന്നു. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ബോണസിനെ പറ്റി പറയുന്നു. അത് യൂട്ടിലൈസ് ചെയ്തില്ല നമുക്ക് ആ ബോണസ് ഒന്നും കിട്ടില്ല. പ്രീവിയസ് നമുക്ക് ആ പോളിസി കൊണ്ട് ഉപയോഗം വന്നാലല്ലേ അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ഇഫ് ദ പോളിസി ഹോൾഡർ ഡസ് നോട്ട് റൈസ് ക്ലെയിം ഇൻ ദി പ്രീവിയസ് ഇയർ ഓഫ് ഹിസ് പോളിസി ടൈം, നമ്മൾ പോളിസി എടുത്ത് കഴിഞ്ഞ വർഷം നമ്മൾക്കത് ഗുണപ്പെട്ടില്ലെങ്കിൽ, ഗുണപ്പെടാതിരിക്കട്ടെ 7 ലക്ഷം രൂപ കിട്ടിയായിരുന്നെങ്കിൽ ചികിത്സയ്ക്ക് ചിന്തിക്കുന്ന തെറ്റല്ലേ? അസുഖം വരാതിരിക്കട്ടെ, അത് ഉപയോഗിക്കാതിരിക്കട്ടെ. 24,000 രൂപ അല്ലേ 12,000 രൂപ പോട്ടെ, അതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ടി വന്നില്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ പോയി ഈ വർഷത്തെ പോളിസി നമ്മൾ എടുക്കും, ഈ വർഷവും ഉപയോഗമില്ലാതിരിക്കട്ടെ. ഞാൻ പോളിസി എടുത്ത് എനിക്ക് അസുഖം വന്നില്ല, കുടുംബാംഗങ്ങൾക്ക് അസുഖം വന്നില്ല, അതുകൊണ്ടത് നഷ്ടം. അത് ലാഭമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഇൽനെസ് എന്തിലേക്കാ? മറ്റു പല അസൗകര്യങ്ങളിലേക്കും ജീവിത സാഹചര്യങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വളരെ മോശമായ അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തെ വിടുന്നതിനുള്ള സാഹചര്യമുണ്ട്. പ്രൊട്ടക്ഷന് പോളിസി എടുക്കുക. പോളിസി എടുക്കുമ്പോൾ ഈശ്വര
ഇത് ഉപയോഗിക്കേണ്ടി വരില്ലേ എന്ന് തന്നെ കരുതണം. എന്ന് വെച്ചാൽ അത് നമ്മുടെ മറ്റ് ജീവിത ചെലവുകളുടെ കൂട്ടത്തിൽ ന്യായമായൊരു ചിലവായിട്ട് കാണാൻ കഴിയണം. നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുകൊണ്ടുള്ള മെച്ചം ചെറുതൊന്നുമല്ല. ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ഏറ്റവും വലിയ അസുഖങ്ങൾക്ക് ചികിത്സ കിട്ടും. നമ്മൾ 1 മാസം 2 മാസത്തെ ചികിത്സ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പം നമുക്ക് പേഴ്സണലി ഈ കവറേജിൽ വരാത്ത 10,000-15,000 രൂപയൊക്കെ ചിലവാകും, അല്ലെ 10,000-15,000 രൂപ. അവിടെ വേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും. അപ്പം വിദഗ്ധ ചികിത്സ കിട്ടുമെന്നുള്ളത് വലിയൊരു ഘടകമാണ്. അല്ലെങ്കിൽ ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തന്നെയ്ക്ക് വളരെ ശോചനീയമായ സാഹചര്യങ്ങളിൽ നമുക്കൊരിക്കലും മാനസികമായിട്ട് പൊരുത്തപ്പെടാത്ത, അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ അന്തരീക്ഷത്തിൽ തന്നെ നമ്മുടെ ജീവിതം നിഷ്ഫലമായി പോയല്ലോ എന്നായിരിക്കും. അത് കുറ്റപ്പെടുത്തി പറയുകയല്ല. നമ്മൾ വളരെ മെച്ചമെന്ന് പറയുന്നെങ്കിലും ഇനിയും എത്രമാത്രം മെച്ചപ്പെടാനുണ്ടുള്ളതെന്നുള്ളത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലും തമ്മിൽ കുറേയൊക്കെ മാറിയിട്ടുണ്ടില്ലെന്നാണ്. ഒരു സൗകര്യം സാർവത്രികമായിട്ട് എല്ലാ ജനങ്ങൾക്കും ഒരേ നിലവാരത്തിൽ കിട്ടുമ്പോഴേ നമുക്കവിടെ വികസനം സംഭവിച്ചു, പുരോഗതി സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. കുറച്ചിടങ്ങളിൽ കുറച്ച് പേർക്ക് അത് കിട്ടുമ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യക്ഷപ്പെട്ടു രാജകീയമായ ഒരന്തരാഷ്ട്രീയത്തിലൊക്കെ ആളുകൾ പോയി ചികിത്സിക്കുന്നു. ഇവിടെ ഒരാളുടെ 2 മുട്ടിൻ്റെ ചിരട്ട പോയി. മോന് രക്ഷകർത്താക്കൾക്കൂടുള്ള ഇൻഷുറൻസ് കവറേജ് ഉണ്ട് മോൻ്റെ കമ്പനി. അവർ വൈകിട്ട് AC ബുക്ക് ചെയ്ത് എറണാകുളത്ത് പോയി ആസ്പത്രി അഡ്മിറ്റായി 10 ദിവസത്തോടെ കിടന്ന് ചിരട്ട 2 മാറ്റി വെച്ചു. ബില്ല് 7 ലക്ഷം. ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്തു. അവർക്ക് ജീവിത ചെലവ്, പേഴ്സണൽ എക്സ്പെൻസ് 17,000 രൂപ ചിലവാണ്. ആൾ സുഖമായിട്ട് നടക്കും. ഇത്ര പാവങ്ങൾ ഈ അസുഖം മരണം വരെയും കൊണ്ട് നടക്കുക, ഒന്നും ചെയ്യാൻ വയ്യ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പലിശയ്ക്ക് എടുത്താലും എന്ത് ചെയ്തിരിക്കണം? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇൻഷുറൻസിനെ പറ്റി നിങ്ങളെ വിശദമായിട്ട് ഇവിടെ പറയുന്നത്. ഇതൊരു കരിയർ റൂഡാണ്, വലിയൊരു പ്രൊഫഷനാണ്. ഈ ബിസിനസ്സിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് ഇത്രയും ഞാൻ വിശദമായിട്ട് ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഭാഗവും കവറായിട്ടുണ്ട്. അടുത്തത് നമ്മൾ പോകുന്നത് ഹോം ഇൻഷുറൻസിലാണ്. എന്താ ഹൗസും ഹോമും തമ്മിലുള്ള വ്യത്യാസം? ഹൗസ് ഒരു സ്ട്രക്ചർ മാത്രമാണ്, വീടൊന്നും. അത് ഹോം ആകുമ്പോഴാണ് കുടുംബമാണ്. വീടിന് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുക എന്നുള്ളത് ഇച്ചിരി കൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ കുടുംബത്തിന് ഇൻഷുറൻസ് പരിരക്ഷ. ആ സ്ട്രക്ചർ ആ വീടിനും അതിലുപയോഗിക്കുന്ന ചെറുതും വലുതുമായ ഉപകരണങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ. നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായാൽ, മറ്റേതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ പ്രോപ്പർട്ടിക്കുണ്ടായാൽ, വീട് മാത്രമല്ല, സ്ട്രക്ചർ മാത്രമല്ല, ആ വീട്ടിലെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഒന്നും അറിയണ്ട. നമ്മളെവിടെയെങ്കിലും പോയാൽ വീട് കള്ളം കയറുമോ, കുഴപ്പം വരുമോ, പ്രശ്നം വരുമോ, ബർഗ്ലറിയും എല്ലാം, ഫയറും എല്ലാം ഇതിൽ കവറേജാണ്. മനസ്സിലായി? എർത്തുകാർക്ക് മറ്റു തരത്തിലുള്ള ഡിസ്ട്രക്ഷൻസ്, നാശങ്ങൾ വന്ന് ഈ വീടിന് കവറേജ് കിട്ടും. ഇവിടെയും പ്രശ്നം കോമ്പൻസേഷനാണ്, ഇൻഡെമിനിറ്റി. നാശം സംഭവിച്ചാൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? കോമ്പൻസേഷൻ കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടില്ല. വീടിനോ വീട്ടുപകരണങ്ങൾക്കോ അല്ല വാല്യുബിൾസിനോ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ നാശം സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനി ആ നഷ്ടങ്ങൾ കവർ ചെയ്യും. അതിനായി എടുക്കുന്ന ഇൻഷുറൻസ് പോളിസികളെയാണ് ഹോം ഇൻഷുറൻസ് പോളിസീസ്. ഇതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്താണ്? ഗെറ്റ്സ് കോംപ്രഹെൻസീവ് കവറേജ് ടു ബോത്ത് കണ്ടന്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ്.
ഒരു സ്ട്രക്ചർ ഹൗസാകും, പക്ഷെ അത് ഹോം ആകണമെങ്കിൽ അതിൽ കുറേ കണ്ടൻസ് ഉണ്ട്. ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ചില ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അല്ലെങ്കിൽ TV, ഇല്ല വിലപിടിപ്പുള്ള കിച്ചണിൽ ഉപയോഗിക്കുന്ന മെഷീൻസ്, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, അങ്ങനെ എന്തെല്ലാം ആധുനികമായ ഉപകരണങ്ങളാണ് ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഓരോരുത്തരുടെ ആസ്തിക്കും ജീവിത നിലവാരത്തിനും അനുസരിച്ച് ആവശ്യവും അനാവശ്യവുമായ സാധനങ്ങൾ ആ വീട്ടിൽ കാണും. വിലപിടിപ്പുള്ള ഇത് ഓരോന്നോരോന്നായി പല പ്രാവശ്യം നമ്മൾ സ്വരൂപിക്കുന്നതുകൊണ്ട് അതിൻ്റെ ചിലവും ബുദ്ധിമുട്ടുകളും അറിയാത്തത്. അത് പെട്ടെന്ന് ഒരു നാശമുണ്ടായി നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ സ്വയം ഏറ്റെടുക്കേണ്ടി വന്നാൽ അത് വരുത്തി വെക്കുന്ന നഷ്ടങ്ങൾ എത്രയും നമുക്കറിയും. ബർഡനെ വേണ്ട. വീടിനും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വിവിധ സാധന സാമഗ്രികളും ഈ ഇൻഷുറൻസിൻ്റെ പരിരക്ഷയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. സെക്യൂർസ് ദി അസറ്റ്സ് ഫ്രം എനി മിസ്ഹാപ്പനിങ് ദാരുണ സംഭവങ്ങൾ, സംഭവിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ദോഷങ്ങൾ, അതിൽ നിന്നും അസറ്റുകൾക്ക് സംരക്ഷണമാണ്. മാത്രമല്ല ലോ പ്രീമിയം റേറ്റ്സ് ആസ് കമ്പയർഡ് ടു അതർ ഇൻഷുറൻസ് പോളിസി. മറ്റ് പോളിസികളെ വെച്ച് നോക്കുമ്പോൾ ഹോം ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം തുച്ഛമാണ്. പിന്നെ പറയുന്നത് റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ. സംശയമില്ലല്ലോ നമ്മളിതിനെ പറ്റിയാ. വീട് തലേ ചുമന്നുകൊണ്ട് പോകുന്നിടത്ത് പോകണ്ടല്ലോ, വീട് പൂട്ടി അവിടെ വെച്ച് അത് മറന്നിട്ട് പോകല്ലോ. ബാക്കി പരിരക്ഷയും സംരക്ഷണവും തരാൻ അപ്പോൾ ആ ടെൻഷൻ നമുക്കില്ല. പിന്നോ ഇൻ കേസ് ഓഫ് പെരിൽ, നാശമുണ്ടായാൽ ടൈമിലി ഇൻഷുറൻസ് പേ ഔട്ട്സ് ഹെൽപ്സ് ടു ഗോ ത്രൂ റീബിൽഡിംഗ് പ്രോസസ് ക്വിക്കലി. പെട്ടെന്ന് പുനർനിർമ്മാണം സാധ്യമാകും. സോ ദാറ്റ് ദേ കാൻ ബാക്ക് ടു ദെയർ നോർമൽ ഡെയിലി ലൈഫ്സ്. സ്വാഭാവിക ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരുവാൻ അവരെ അത് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന വീടിനും ആ വീട്ടിൽ ഉൾക്കൊണ്ട സാധന സാമഗ്രികൾക്കും കവറേജ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഏത് പോളിസി എടുക്കുന്നത്? ഹോം ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. ക്ലാസ് നന്നായി കേൾക്കണം. കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പോയിൻറ്റ്സുകളൊന്ന് ബൈഹാർട്ട് ചെയ്തേക്കുക. നിങ്ങളുടെ ഭാഷയിൽ എലാബറേറ്റ് ചെയ്യുക. ഓക്കെ. നമ്മൾ ഈ സെഷനിൽ 2 ടോപ്പിക്ക് കൂടെ എടുക്കും. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ് അത് വളരെ പെട്ടെന്ന് തന്നെ ആ ക്ലാസ് അയച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് കൊമേഴ്സ്യൽ ട്രാവൽ ഇൻഷുറൻസ്. ട്രാവൽ യാത്ര, കൊമേഴ്സ്യൽ ട്രാവൽ എന്ന് പറഞ്ഞാൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള യാത്രകളാണ്. ഒരാളുടെ തൊഴിലിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട്, ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ചിലർ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര ലോകം മുഴുവൻ എന്തെല്ലാം റിസ്ക്കുള്ള സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം ജീവൻ പണയം വെച്ചുള്ള യാത്രകൾ ആഗ്രഹിക്കുന്നു. എന്തുറപ്പ്? ആ യാത്രയിലുടനീളം ലോകത്തെവിടെ ആയിരുന്നാലും ആ ചില ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുവാൻ വേണ്ടി എടുക്കുന്ന അല്ലെങ്കിൽ ഇൻഷുർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസിയാണ് കൊമേഴ്സ്യൽ ട്രാവൽ ഇൻഷുറൻസ്. നമുക്കറിയാം ഇടത്തരം വലിയ കമ്പനികൾ, അതിൻ്റെ ഒഫീഷ്യൽസ്, അതിൻ്റെ എംപ്ലോയീസ് നിരന്തരമായി ബിസിനസ് ആവശ്യങ്ങൾക്ക് യാത്രയിലാണ്. ബൈ റോഡാകാം, ബൈ റെയിലാകാം, ബൈ എയറാകാം, ബൈ സീ ആകാം. ഈ യാത്രകളിൽ അവർക്ക് ഒക്കർ ചെയ്യാൻ സാധ്യതയുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് പരിരക്ഷ കിട്ടുവാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസിയാണ് കൊമേഴ്സ്യൽ ട്രാവൽ ഇൻഷുറൻസ്. ആ യാത്രയിൽ ഉടനീളം പല തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളുണ്ടാകും. ഫ്ലൈറ്റ് മിസ്സാകും, ബാഗേജ് നഷ്ടപ്പെടും, പാസ്പോർട്ട് നഷ്ടപ്പെടും, യാത്രാമധ്യ അസുഖങ്ങളെല്ലാം ഉണ്ടാകും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും.
തെഫ്റ്റിന് വിധേയമാണ്. ഇതെല്ലാം ഇൻഷുറർ ഏറ്റെടുത്തുകൊള്ളും, നിങ്ങളങ്ങ് യാത്ര ചെയ്ത് വെച്ചാൽ. ഇപ്പം ബിസിനസ് ലോകത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ് ഏതെന്ന് പറയുന്നത് ഈ കൊമേഴ്സ്യൽ ട്രാവൽ ഇൻഷുറൻസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ആ നോട്ട്സ്. കൊമേഴ്സ്യൽ ട്രാവൽ ഇൻഷുറൻസ് പോളിസി ഈസ് മോസ്റ്റ് ഇക്കണോമിക്കൽ ആൻഡ് modern version of the travel policies among corporate travelers. No, business to have a safeguard and a secured business trip. Commercial travel insurance is preferred in the business world as well as small and introductory business organization. ചെറുകിട കാര്യം യൂസ് ചെയ്യും. തുടക്കത്തിലൊന്നും കഷ്ടനഷ്ടങ്ങൾ താങ്ങാനുള്ള ശേഷിയൊന്നും കാണില്ല. Travel insurance would help one to tackle all the travel and medical contingencies while traveling. യാത്രാമധ്യയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരുന്നു, കോമ്പൻസേറ്റ് ചെയ്യും. The main reason to buy a travel insurance is to avoid unforeseen condition. യാത്രാമധ്യയിൽ നേരിടുന്ന അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ, ഫ്ലൈറ്റ് ഡിലേ ഉണ്ടാകാം, ലോസ് ഓഫ് ബാഗേജ് ഉണ്ടാകാം, ലോസ് ഓഫ് പാസ്പോർട്ട് ഉണ്ടാകാം, മെഡിക്കൽ എമർജൻസി അറേഞ്ച് ചെയ്യാം, എമർജൻസി ഡെൻ്റൽ എക്സ്പെൻസ്. നമ്മൾ ഇന്ത്യക്കാർ മലയാളികൾ പല്ലിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും പല്ലിൻ്റെ ചികിത്സയൊക്കെ വളരെ വാല്യബിളാണ് വിദേശ രാജ്യങ്ങളിൽ. നമുക്കൊരു പ്രശ്നമേ ഇല്ല. നമ്മൾ ആ അസുഖങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ദന്ത ഡോക്ടറിന് കിട്ടുന്ന റെസ്പെക്റ്റ് അല്ല ലോകത്ത് മറ്റു ഭാഗങ്ങളിൽ. ഭയങ്കര വെയിറ്റ് അവർക്ക്, ഇത് സാധ്യതയാണ്, ഭയങ്കര ഫീസാണ്. ഒരു പല്ലൊക്കെ ഗൾഫിലെടുക്കണേ 10,000 വേണം ഒരു പല്ലെടുക്കണേ. വളരെ ചിലവേറിയ ചികിത്സയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ മെഡിക്കലിൻ്റെ കൂട്ടത്തിൽ ഡെൻ്റൽ പ്രത്യേകം പറഞ്ഞ എന്താണെന്ന് വിചാരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം ഇതാണെന്ന് പറഞ്ഞു. പല്ലിൻ്റെ ചികിത്സ ചിലവേറിയ ചികിത്സ. ഹോസ്പിറ്റൽ ക്യാഷ് അലവൻസ്, ആക്സിഡൻ്റൽ ഡെത്ത്, കണ്ടോ, ഹൈജാക്ക് ഡിസ്ട്രസ് അലവൻസ്. യാത്ര ചെയ്ത വാഹനം ആരെങ്കിലും ഭീകരരോ മറ്റോ തട്ടിക്കൊണ്ട് പോയാൽ അതുവഴി ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ, ഫിനാൻഷ്യൽ എമർജൻസി അസിസ്റ്റൻസ്. അവിടെ ചെന്നിട്ട് കാശോ പേഴ്സോ ഒക്കെ പോകുന്നു, നഷ്ടപ്പെടുന്നു. കേസ് ജനുവിനാണെങ്കിൽ അതൊക്കെ കവർ ചെയ്ത് കിട്ടുമെന്നർത്ഥം. ഇത്രയുമാണ് ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യേണ്ടത്. നമ്മളിനി ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊരു 45 മിനിറ്റ് 50 മിനിറ്റിനകമുള്ള വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ക്ഷീണം നൽകില്ല. വീഡിയോ മൊത്തം നന്നായി കാണുക, കേൾക്കുക, അതിൽ വേണ്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു തന്നെ പോവുകയുള്ളൂ. ഓക്കെ, അടുത്തതുണ്ട്, കഴിഞ്ഞില്ല, അടുത്ത പോകുന്നുണ്ട്. നമ്മൾ അടുത്ത നോക്കുന്ന റൂറൽ ഇൻഷുറൻസ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ഇൻഷുറൻസ് ആണ്. നമ്മുടെ ജനങ്ങളിൽ അധികവും ഇന്നും വസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ. നമ്മുടെ ജനങ്ങളിൽ അധികവും ഇപ്പോഴും തൊഴിൽ കൃഷി തന്നെ. കാർഷിക മേഖല അഭിവൃദ്ധിപ്പെട്ടാലേ ഇന്ത്യ അഭിവൃദ്ധിപ്പെടുകയുള്ളൂ. ഒത്തിരി തടസ്സങ്ങളുണ്ട്. അവരെ ഫിനാൻസ് ചെയ്യാൻ ആരുമില്ല, അവർ റിസ്ക് കവർ ചെയ്യാൻ ആരുമില്ല. പലതരത്തിലുള്ള പെരിൽസ്, കഷ്ടനഷ്ടങ്ങൾക്ക് അവരുടെ തൊഴിലും വിധേയമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും പ്രത്യേക താല്പര്യമാണ് ഈ മേഖലയിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നതിനും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനും സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഇൻഷുറൻസ് ബിസിനസ് റെഗുലേറ്റ് ചെയ്യുന്നത് IRDAI ആണെന്നറിയാം. ഒരു ഓട്ടോണമസ് റെഗുലേറ്ററി ബോഡിയാണ്. അവർ ഇന്ത്യയിലെ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാമീണ ജനങ്ങൾക്ക് അവർ കൃഷിയും
അവരുടെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട കഷ്ടനഷ്ടങ്ങൾ തരണം ചെയ്യുവാൻ അവർക്ക് ഇൻഷുറൻസ് പോളിസി പ്രൊവൈഡ് ചെയ്യുവാൻ പ്രത്യേക നിഷ്കർഷമുണ്ട്. അത് കർഷകനാകാം, കർഷകൻ ക്രോപ്സ് ആകാം, അല്ലേ, ഭക്ഷ്യവിളകളാകാം, നാണ്യവിളകളാകാം, പോൾട്രി ഫാമാകാം, കാറ്റിൽ റെയറിംഗ് ആകാം, ചെറുകിട വ്യവസായങ്ങളാകാം, കുടിൽ വ്യവസായങ്ങളാകാം, കൈത്തൊഴിലാകാം. പരിമിതമായ വരുമാനത്തിൽ ജീവിതം ദാരിദ്ര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഇന്ത്യയിലെ ഗ്രാമീണ ജനത. അവരുടെ പ്രവർത്തന മേഖലകളും ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് സാമ്പത്തികമായി സപ്പോർട്ട് നൽകുക, അവർ റിസ്ക് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഇൻഷുറൻസ് കമ്പനികളുടെ ഉത്തരവാദിത്തം. അതിനുവേണ്ടി വൈവിധ്യമാർന്ന ഇൻഷുറൻസ് പോളിസികളാണ് ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികൾ. ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനി മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് നാഷണലൈസ് ചെയ്തു. ഗവൺമെൻറ് ഉടമസ്ഥതയിലായിരുന്നു ഇൻഷുറൻസ്. LIC ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ജനറൽ ഇൻഷുറൻസ് ഒരു 3-4 കമ്പനിയിലങ്ങ് ഒതുക്കി. നാഷണൽ ഇൻഷുറൻസ്, ഓറിയൻ്റൽ ഇൻഷുറൻസ്, അങ്ങനെ യുണൈറ്റഡ് ഇന്ത്യ അഷ്വറൻസ്, അങ്ങനെയൊക്കെ പറയുന്ന കമ്പനികൾ അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. പിന്നീട് നമ്മൾ 80s എന്ത് ചെയ്തു? ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ കാലമാണ്. നമ്മുടെ സാമ്പത്തിക നയങ്ങളൊക്കെ നമ്മൾ മാറ്റി എഴുതി. ലോക എക്കണോമിയുടെ ഭാഗമായിട്ട് നമ്മൾ മെർജ് ചെയ്തു. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നു. ഇന്ത്യൻ ബിസിനസ് പെർസ്പെക്റ്റീവ് ആകെ മാറി. ഗ്ലോബൽ മാർക്കറ്റായിട്ട് ഇന്ത്യ മാറി. ഇപ്പോൾ പല വിട്ടുവീഴ്ചകളുടെയും കൂട്ടത്തിൽ എന്ത് വേണം? പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞു. ഇന്ന് 2 മേഖലകളിലും, ജനറലിലും ലൈഫിലും, ലോകത്തെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികൾ, അപ്രധാനമാകാം, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തികൾ അവർക്കായി തുറന്നു കൊടുത്തു. അവരിന്ന് ബിഗ് പ്ലെയേഴ്സാണ്. ഗവൺമെൻറ് കുത്തകയിലുണ്ടായിരുന്ന ഈ ബിസിനസ് ഇപ്പോൾ സ്വകാര്യ മേഖലയുടെ അവരാണ് ലീഡ് ചെയ്യുന്നത്. ഒരു മുന്നിൽ വന്നു ചെറുതും വലുതുമായ ഇൻഷുറൻസ് കമ്പനി. അതിൻ്റെ ഒരു വെർഷൻ തന്നെ മാറി. പുതിയ മേഖല, അവരുടെ പ്രോഡക്ട്സുകൾ മാറി, സർവീസ് മാറി. വളരെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഇൻഷുറൻസ്. നമ്മൾ പഠിക്കുന്നതെല്ലാം അത് തന്നെ. ക്യാപിറ്റൽ മാർക്കറ്റ് പഠിച്ചോ, ഇൻഷുറൻസ് പഠിച്ചോ, എല്ലാ പേപ്പറും ഒരേ തൊഴിലാണ്. ആ പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷനോട് കൂടി നമ്മൾ അതിനെ സമീപിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ആ മേഖലകളിൽ എത്തിച്ചേരാൻ പറ്റൂ. നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ എന്താ ബികോം സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് എന്തിനാണ് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനും അറിയില്ല. പഠിപ്പിക്കുന്നവർക്കും അറിയത്തില്ല, പഠിക്കുന്നവർക്കും അറിയത്തില്ല, പഠിക്കാൻ വിട്ടവർക്കും അറിയില്ല. ഇതിന് സാധ്യതകളെ ഞാൻ കുറ്റപ്പെടുത്തുമല്ല, ആക്ഷേപിക്കുകയല്ല. ഇതിന് സാധ്യതകൾ അറിഞ്ഞിട്ടല്ല പഠിക്കുന്നത്. എന്ത് തൊട്ടാലും പൊന്നാ, പഠിക്കുന്നതെല്ലാം തൊഴിലാണ്. നമ്മളതിലേക്ക് കേന്ദ്രീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു മേഖല, ഒരു പ്ലാനിങ് ഇല്ല നമുക്ക്. ഡിഗ്രി ഏതാണ്ടൊരു പ്രധാന ഒരു പ്രത്യേക സാധനമാണ്. ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു ബോധമല്ലാതെ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയങ്ങളുടെയും കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമ്മുടെ വിദ്യാർത്ഥികൾ പലരും ഇത് കൊമേഴ്സ് തിരഞ്ഞെടുക്കുന്നത് തന്നെ അവരുടെ സന്തോഷത്തോടെയാണ്. അപ്പോൾ എന്തായാലും ഇനിയും നമുക്കൊരു 1.5 മണിക്കൂറോളം ഉള്ള ടോപ്പ് പോർഷൻ ഈ ചാറ്റിലുണ്ട്. അടുത്ത 50 മിനിറ്റിൻ്റെ ഒരു വീഡിയോ റെഡിയാക്കും. അതിനകത്ത് നമുക്ക് പരമാവധി പോർഷൻ അവിടെയും കവർ ചെയ്യും. അപ്പോൾ സഹകരിക്കുക, ക്ലാസ് കേൾക്കുക. ഇത് ആദ്യത്തെ നമ്മുടെ സംരംഭമാണ്. നമുക്കെല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കോവിഡ് കാലത്ത് പോലും നമുക്കിത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോഴും ധാരാളം കുട്ടികൾ ഫുൾ ഡേ ഇവിടെ രാവിലെ 7 മുതൽ 11 മണി വരെയും, കുട്ടികൾ രാത്രി 11 വരെയും എനിക്ക് റെക്കോർഡ് ചെയ്യുവാനോ ഇത് അപ്ലോഡ് ചെയ്യുവാനോ യൂട്യൂബിൽ കയറ്റുവാനോ ഒന്നും സമയമില്ല. പക്ഷെ ഇപ്പോൾ ഇനിയിപ്പം കുറേശ്ശെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്
നിങ്ങളുടെ അഭിപ്രായം പറയണം. ക്ലാസ് ഇതിൻ്റെ ഏതെങ്കിലും ടെക്നിക്കൽ സൈഡ് മെച്ചപ്പെടുത്തുകയോ പഠിപ്പിക്കുന്ന രീതിയിലോ കണ്ടൻറ്റിലോ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയണം. ഓക്കെ, താങ്ക് യു.